ദുബായ് പോലൊരു നഗരത്തിൽ വന്നാൽ നമ്മൾ ആദ്യം തന്നെ തിരയുന്നൊരു സംഭവമുണ്ട്. നിർമ്മാണത്തിലുള്ള മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് ദുബായ് ലോകത്തെ തന്നെ ഞെട്ടിച്ച അവരൊരു ബിൽഡിംഗ് ഉണ്ട്. ബുർജ് ഖലീഫ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ്. ലോകത്ത് നിന്നോളം മറ്റൊരു രാജ്യത്തിനും സാധിക്കാത്ത ദുബായിയുടെ മാത്രം അത്ഭുതം. ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇതൊന്ന് നേരിട്ട് കാണണം എന്നുള്ളത് കേട്ടോ. കാണാനായിട്ട് ചെന്നപ്പോൾ അവിടെ ഞാൻ മാത്രമൊന്നുമില്ല, എന്നെപ്പോലെ ഒരുപാട് ആളുകൾ അത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. വരുന്ന എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരേ കാര്യമാണ് ബുർജ് ഖലീഫ ഫ്രെയിമിലാക്കിയിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളത്. ഫോട്ടോസ് എടുക്കാനും റീൽസ് പിടിക്കാനൊക്കെ ആയിട്ട് ആളുകളുടെ നല്ല തിരക്കാണ്ടോ അതിന് ചുറ്റും. അവിടുത്തെ വേറൊരു ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വാട്ടർ ഫൗണ്ടൈനാണ്. വൈകുന്നേരം കൃത്യം 6 മണിക്കാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബുർജ് ഖലീഫയും അങ്ങോട്ടുള്ള യാത്രകളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ടാവും. യൂട്യൂബിൽ കയറിയിട്ട് അജ്മൽ സ്റ്റോറി ബുക്ക് നടിച്ച് നമ്മുടെ ചാനലിൽ കയറാം കേട്ടോ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ദുബായിൽ നിന്നാണ്. ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഒരുമാതിരി ആളുകളൊക്കെ ആദ്യം തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ബുർജ് ഖലീഫ എന്ന് പറയുന്നത്. സത്യത്തിൽ ഞാൻ ഇന്ന് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നാൽ തന്നെ ബുർജ് ഖലീഫയുടെ ആ മുകൾ ഭാഗം കാണാട്ടോ. ഞാനിപ്പോൾ അൽക്കൂസിലാണ് നിൽക്കുന്നത്. പക്ഷേ എന്നാലും കുറച്ച് സമയം എടുക്കൂട്ടോ അവിടെ എത്താനായിട്ട്. അപ്പോൾ ടാക്സി പിടിച്ചൊക്കെ വേണമെങ്കിൽ പോവാം. പക്ഷെ നമ്മുടെ സ്ഥിരം യാത്ര ബസ്സിൽ തന്നെയല്ല, അതുകൊണ്ട് ബസ്സിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ച് ഇവിടെ അടുത്തുനിന്ന് തന്നെ ബസ് കിട്ടും. 2 ബസ് കയറി ഇറങ്ങിയിട്ട് വേണം ഞാൻ നിൽക്കുന്ന അൽക്കൂസിൽ നിന്ന് ബുർജ് ഖലീഫയിൽ ചെല്ലാനായിട്ട്. അപ്പോൾ നമുക്ക് പതുക്കേണ്ട നീങ്ങാല. ഞാൻ ഇവിടെ തൊട്ടടുത്ത് ഗ്രാൻഡ് സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു മാളുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ബസ് വരുന്നത്, അങ്ങോട്ടുള്ള ബസ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ബസ് കിട്ടും. പക്ഷേ അതിൽ കയറി കഴിഞ്ഞാൽ 3 ബസ് കയറണം. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ ഗ്രാൻഡ് സിറ്റി മാളിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് ചെന്നിട്ട് അവിടെ നിന്ന് നേരെ അൽഖൈൽ ഗേറ്റിലേക്ക് ഒരു ബസ് ഉണ്ട്. അവിടെ ചെന്ന് ഇറങ്ങാം. അൽഖൈൽ ഗേറ്റിൽ നിന്ന് ദുബായ് ബുർജ് ഖലീഫയുടെ അടുത്തേക്കുള്ളൊരു ബസ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ. സത്യത്തിൽ ഞാൻ നിൽക്കുന്ന അൽക്കൂസിൽ നിന്ന് ബുർജ് ഖലീഫയിലേക്ക് പോകാനായിട്ട് ഏറ്റവും നല്ല വഴി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഓൺ പാസീവ് മെട്രോ അല്ലെങ്കിൽ ഇക്വിറ്റി മെട്രോയിലേക്ക് ബസ് കിട്ടും. F26 മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മെട്രോ കയറാം. നേരെ ദുബായ് മാളിൻ്റെ സ്റ്റേഷനിൽ ഇറങ്ങാം. ആ സ്റ്റേഷൻ്റെ പേര് തന്നെ ബുർജ് ഖലീഫ ദുബായ് മാൾ സ്റ്റേഷൻ എന്നാണ്ടോ. അങ്ങനെ നേരെ ആ സ്റ്റേഷനിൽ നിന്ന് നേരെ ദുബായ് മാളിലേക്ക് എൻട്രൻസ് ഉണ്ട്. ദുബായ് മാളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ദുബായ് മാളിൽ നിന്ന് ബുർജ് ഖലീഫയിലേക്ക് ഇറങ്ങാനുള്ളൊരു എക്സിറ്റ് ഉണ്ട്. അതുവഴി ഇറങ്ങാം, ബുർജ് ഖലീഫയിലേക്ക് കാണാം. അതുപോലെ തന്നെ തിരിച്ച് കയറി ഇങ്ങോട്ട് പോകുന്നതാണ്. ഗ്രാൻഡ് സിറ്റി മാളിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. മാളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ബുർജ് ഖലീഫ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. സൈഡിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്, തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നീങ്ങാം. നല്ല വെയിലുണ്ട് കേട്ടോ. വെളുപ്പ് സമയത്ത് വെളുപ്പിന് നല്ല തണുപ്പ്. കുറച്ചുകൂടെ കഴിഞ്ഞൊരു 8-10 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല ചൂടാവും. ദുബായിയുടെ ഒരു വല്ലാത്ത ക്ലൈമറ്റാണ്. ട്രെയിൻ പോലെ 2 ബോഗി പോലത്തെ ഒരു ബസ് കേട്ടോ. സത്യത്തിൽ നമ്മൾ വേറൊരു വഴിക്ക് പോകുന്നൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഒന്ന് കയറി നോക്കാമായിരുന്നു സംഭവത്തിൽ എന്തൊക്കെയുള്ളത്. എന്തായാലും അടുത്ത തവണയാവട്ടെ, നമുക്കൊന്ന് കയറി നോക്കാം. ദുബായിലുള്ള ബസ്സിലായിക്കോട്ടെ മെട്രോയിലായിക്കോട്ടെ നമുക്ക് ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല കേട്ടോ. പകരം നോൽ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് എടുക്കണം. ആ കാർഡ് റീചാർജ് ചെയ്യുന്ന മെഷീനാണ് കാണുന്നത്. ആ കാണുന്ന ക്യൂ ഒക്കെ കാർഡ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ ചൂടത്ത് അവിടെ പോയിരുന്നേ ക്യൂവിൽ നിന്നിട്ട് റീചാർജ് ചെയ്യാൻ വയ്യ. എന്തായാലും കാർഡ് വാങ്ങിയപ്പോൾ അതിനകത്തുണ്ടായിരുന്ന കുറച്ച് ക്യാഷ് ഇപ്പോൾ ഓൾറെഡി കാർഡിനകത്തുണ്ട്. ഇപ്പോൾ തൽക്കാലത്ത് നമ്മുടെ യാത്രയ്ക്ക് ഇപ്പോൾ അത് മതിയാവും. അങ്ങനെ ബസ്സിൽ കയറി നേരെ അൽഖൈൽ ഗേറ്റിലേക്കുള്ള യാത്രയുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 5-10 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ കേട്ടോ. അതായിരിക്കുന്ന ആ മെഷീൻ കണ്ടോ, അതാണ് ടിക്കറ്റ് പഞ്ചിങ് മെഷീൻ. നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അതിനകത്ത് പഞ്ച് ചെയ്യണം. ഇറങ്ങുമ്പോൾ പഞ്ച് ചെയ്യാനങ്ങ് മറന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ആ ബസ് എത്ര ദൂരം പോകുന്നുണ്ടോ അത്രയും ദൂരത്തെ ക്യാഷ് കട്ടാവും എന്ന് പറഞ്ഞു കേട്ടെങ്കിൽ ഞാനിതുവരെ മറന്നിട്ടില്ല. ഇനി മറക്കാതിരിക്കട്ടെ. ഞാൻ ഒരിക്കൽ ഇവിടുന്ന് അൽഖൈൽ ഗേറ്റിലേക്ക് നടന്നു പോയിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 മണിക്കൂർ നടന്നാൽ എത്താനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടിയാണ് ഈ റൂട്ടിൽ. അങ്ങനെ നമ്മൾ അൽഖൈൽ ഗേറ്റിലേക്ക് എത്തിയിട്ടാണ്. ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകളുള്ളൊരു ഏരിയ ഉണ്ട്. മെയിനായിട്ട് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്, റെസിഡൻഷ്യൽ ഏരിയ ആണ്. ശരിക്കും നല്ലൊരു സ്ഥലമുണ്ട് അത്. ഒരുപാട് മലയാളികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. നമ്മൾ വന്ന് ഇറങ്ങിയ ബസ്സാണ് ആ പുറകെ കിടക്കുന്നത് കേട്ടോ, 84. ഇത് 51. ഇതിലാണ് നമ്മളിനി ബുർജ് ഖലീഫയിലേക്ക് പോകാൻ പോകുന്നത്. ഇവിടെ നോൾ കാർഡ് റീചാർജിങ് മെഷീനിൽ വലിയ തിരക്കില്ല. പക്ഷേ ആ സാധനം വർക്ക് ചെയ്യില്ല. അതിൻ്റെ ബോക്സിൽ ക്യാഷ് ഫുള്ളായിട്ട് അതിനകത്തേക്ക് ക്യാഷ് എടുക്കുന്നില്ല. ഓരോ പ്രശ്നങ്ങളെ. ഇവിടുത്തെ ഫ്ലാറ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ടോ. ഇതൊന്നും അല്ല കേട്ടോ, ഈ ഏരിയ ഫുള്ള് ഇതുപോലത്തെ അപ്പാർട്ട്മെൻറ്റുകളാണ്. ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കാനും നല്ല എക്സ്പെൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഒരു ബെഡ് സ്പേസ് എടുത്തേക്കുന്നത് 700 ദിർഹത്തിനാണ്. ബെഡ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമൊന്നും കിട്ടില്ല. നമുക്കൊരു കട്ടിലിടാം.
അവിടെ കിടക്കാം. അത്രയും ആ ഒരു സെറ്റപ്പ് തന്നെ കിട്ടിയേക്കുന്നത് 700 ദിർഹമാണ്. ഏകദേശം നാട്ടിലൊരു 15,000 രൂപയോളം വരും. ഇത്രയും കാശൊക്കെ കൊടുത്ത ആളുകൾ താമസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലിക്കൊക്കെ പോകാനും വരാനൊക്കെ എളുപ്പമുള്ളൊരു സ്ഥലമാണ് കേട്ടത്. പിന്നെ ഇവിടെ താമസിക്കുന്നവർക്ക് ഒരു കാര്യത്തിനും പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ഹൈപ്പർ മാർക്കറ്റും സംഭവങ്ങളെല്ലാം തന്നെ അതായത് കാണുന്ന ഭാഗത്തുണ്ട് കേട്ടോ. അവിടെ ചെറിയ ഹോസ്പിറ്റൽ അടക്കമുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ താമസിക്കുന്ന സംഭവത്തിന് ഇത്ര ചാർജ് വരുന്നത് കേട്ടോ. കുറച്ച് ഉള്ളേരിയകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റേറ്റ് കുറയുന്നുണ്ട് കേട്ടോ. 51 ഇനി എപ്പോഴും എടുക്കാമെന്നറിയില്ല. അപ്പോൾ അതുവരെ നമുക്ക് എന്തായാലും ഈ സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാം. ഡ്രൈവർ വന്നിട്ടില്ല. അങ്ങനെ നമുക്കിതാ വണ്ടിയിലേക്ക് കയറാം. ആദ്യം തന്നെ കയറുമ്പോഴുള്ള പരിപാടി പഞ്ച് ചെയ്യുക. ഇത് സംഭവം മറക്കാൻ പാടില്ല. മറന്നു കഴിഞ്ഞാൽ ചെക്കിങ്ങിന് ആൾ വന്നാൽ ഏകദേശം ഒരു 10-200 ദിർഹം ഫൈൻ അടക്കേണ്ടി വരും. ഇവിടുത്തെ ബസ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി വോൾവോ ബസ്സുകളാണോ. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഈ വണ്ടിയുടെ അകത്ത് കയറിയിരുന്ന തലവേദന വരും. കാരണം പതിയെ പോകുള്ളൂ ഇത്. ഒരുപക്ഷെ അത് അവർക്ക് കിട്ടിയിരുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അങ്ങനെ വണ്ടി നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി ബുർജ് വ്യൂ ടവർ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മുടെ യാത്ര. സത്യം പറഞ്ഞാൽ നിസ്സാര ദൂരമേ ഉള്ളൂ. പക്ഷേ ഈ വണ്ടി ഇങ്ങനെ നിർത്തി അവിടെ ചെല്ലുമ്പോഴൊക്കെ ഏകദേശം ഒരു 1/4 മണിക്കൂറിൻ്റെ മുകളിലെടുക്കും. സത്യത്തിൽ ദുബായിയുടെ ഈ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു പോവാം എന്ന ഒരു കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ബസ്സിൽ ഇങ്ങനെ കയറിയത്. പെട്ടെന്ന് എത്താൻ നല്ലത് എന്തായാലും മെട്രോ ആണ്. അതാ ഒരു മെട്രോ സ്റ്റേഷനാണ് ആ കാണുന്നത്. ആക്കിയിട്ടത് നമ്മൾ വന്ന ബസ് പോവാണ്. കാണുന്ന സ്ഥലത്താണ് ഇപ്പോൾ വന്ന് ഇറങ്ങിയേക്കണം. ഇതാണ് ബുർജ് വ്യൂ സെൻട്രൽ ടവർ എന്ന് പറയുന്നത്. അങ്ങനെ ബുർജ് ഖലീഫയുടെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയേക്കുന്നത് ബുർജ് വ്യൂ സെൻട്രൽ ടവർ എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്താണ്. അവിടെയാണ് ബസ് സ്റ്റോപ്പ്. ഇപ്പോൾ ഞാൻ വന്ന ബസ് ഏറ്റവും അടുത്തായിട്ട് നിർത്തുന്നത് ഈ സ്ഥലത്താണ്. പിന്നെ ഈ വന്ന് ഇറങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള സ്ഥലം എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു റെസ്പെക്റ്റൊക്കെ തോന്നും നമ്മൾ ഇരിക്കുന്ന ആ സ്ഥലത്തിനോട്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അൽക്കൂസാണ്. അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അത് ഇത്രയൊന്നും വരില്ല. ഇൻഡസ്ട്രിയൽ ഏരിയ എന്തായാലും നമ്മളൊരു ടൗണിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയിലൊന്നും വരില്ല. പക്ഷേ ഞാനിവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ സ്ഥലമാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ഉള്ളിലോട്ട് നടക്കാനുണ്ടെന്നാണ് ഗൂഗിൾ നോക്കിയപ്പോൾ കാണിച്ചത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ മനോഹരമായ ബിൽഡിംഗ് കൺസ്ട്രക്ഷനായിട്ട് നമ്മൾ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ഒരുപോലെ പല പല ഡിസൈനുകളിലുള്ള ബിൽഡിങ്ങുകളാണ്. ദുബായ് മാളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അത് കാണുന്നതാണ് ദുബായ് മാള്. ദുബായ് മാളിൻ്റെ ഈ പരിസരം എന്ന് പറഞ്ഞാണല്ലോ, ഇത് ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുന്നൊരു രീതിയാണ്. ഒരു യൂറോപ്യൻ മോഡൽ തന്നെയാണ് ഇവരിവിടെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തേടി വന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ടാവും, ബുർജ് ഖലീഫ. സംഭവം നല്ല വെയിലുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇത് കാണാനും ഇവിടെ നിൽക്കാനൊക്കെ ആയിട്ട് വന്നേക്കണേ. സംഭവം വേറെ ഒരു ലെവലാണെന്ന് പറയാം. ഇവിടെ ഒരു ലൗച്ചിനൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പുറകിലാണ് നമ്മുടെ സ്ഥലം.
ഇതാ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്തു നിന്ന് തന്നെ ദുബായ് മാളിനകത്തേക്കുള്ള ഒരു എൻട്രൻസ് ഉണ്ടോ അതാ കാണുന്നത്. നല്ല ഉച്ച സമയത്താണ് നമ്മളിവിടെ എത്തിയത്. അതുകൊണ്ട് നല്ല വെയിൽ. അപ്പോൾ ഒരു വെയിലൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ബുർജ് ഖലീഫയുടെ അടുത്തേക്ക് പോകാം. ഇപ്പം നേരെ ദുബായ് മാളിലേക്കാണ്ട് കയറാം അല്ലേ. ഇപ്പോൾ ഞാൻ ദുബായ് മാളിൻ്റെ അകത്താണ്ടുള്ളത്. ആ ബുർജ് ഖലീഫയുടെ ആ ഒരു സ്ട്രീറ്റ് അവിടെ നിന്ന് തന്നെ നമുക്ക് ദുബായ് മാളിലേക്ക് കയറാനുള്ളൊരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ അകത്തേക്ക് കയറി. ഒരു വൻ സംഭവം തന്നെയാണ് ദുബായ് മാൾ. ദുബായ് മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ കയറുമ്പോൾ തന്നെ അറിയാം ഇത് വേറൊരു ലോകമാണ്. എന്തായാലും ദുബായ് മാൾ മൊത്തത്തിൽ നടന്ന് കാണാനായിട്ട് നമുക്ക് ഇനി അടുത്തൊരു ദിവസം പറയട്ടെ. എന്തായാലും ഇത് മൊത്തത്തിലുള്ള സമയം എന്തായാലും കിട്ടില്ല. അപ്പോൾ ഇനി അതിനായിട്ടുള്ളൊരു വരവ് നമുക്ക് വേറെ വരാം. വെയിലറിയപ്പോഴും ബുർജ് ഖലീഫയുടെ മുമ്പിൽ തിരക്ക് വല്ലാണ്ട് കൂടിയിരുന്നു കേട്ടോ. ഈ സമയത്താണ് ശരിക്കും ആളുകളൊക്കെ വരുന്നത്. ഒരു 6 മണിയാകുമ്പോൾ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ സമയം നമ്മൾക്ക് ആളുകൾ വരുന്ന അതും കൂടെ കണ്ടിട്ട് പോകാനുള്ള ഒരു കാൽക്കുലേഷനിലായിരിക്കും കേട്ടോ. ആറ് മണിക്കാണ് ദുബായ് വാട്ടർ ഫൗണ്ടൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ്ടത്. ഈ ലൈക്കിന് ചുറ്റിനും തന്നെ ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ. അതായി കാണുന്ന തിരക്കാണ്. ഇപ്പം തന്നെ തുടങ്ങും. ഏകദേശം സമയം തുടങ്ങാനായിട്ടുണ്ട്. 6 മണിക്കാണ് ടൈം. محمد اللي مدين للعيافة شارك الغي في سما دبي جعل تبغي يشوف يا حاكم الدنيا محمد اللي مدين للعيافة. അങ്ങനെ വാട്ടർ ഫൗണ്ടൈൻ കഴിഞ്ഞു. കൃത്യം 6 മണിക്കാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 5-10 മിനിറ്റോളം നീണ്ടു നിന്നൊരു പരിപാടിയായിരുന്നു. കുഴപ്പമില്ല, നല്ല അടിപൊളി സെറ്റപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ബുർജ് ഖലീഫ കാണാൻ വന്നു. ബുർജ് ഖലീഫ കണ്ടു, ദുബായ് മാള് കണ്ടു, വാട്ടർ ഫൗണ്ടൈനും കണ്ടു. അപ്പോൾ ഇനി തിരിച്ച് റൂമിലേക്ക് പോകണം. ഇനി ഇവിടെ നിന്ന് എന്തായാലും 2 ബസ് ഏരിയ വന്നെങ്കിൽ ഇനി തിരിച്ച് എന്തായാലും മെട്രോക്കാണ് പോകുന്നത്. കാരണം ഇവിടെ മെട്രോന്ന് കയറി കഴിഞ്ഞാൽ ഓൺ പാസീവ് മെട്രോ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ട് നമ്മുടെ റൂമിനൊക്കെ അടുത്തായിട്ട്. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് റൂമിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്. അപ്പോൾ ആ വഴിക്കാണ് പോകുന്നത്. അങ്ങനെ ദുബായ് മെട്രോയിൽ കയറാണിതാ. നോൾക്കാട് വെച്ചിട്ടാണ് കയറാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ദുബായ് മെട്രോയിലേക്ക് കയറുന്നത്. ബുർജ് ഖലീഫയിലേക്ക് വന്നാണ്. ഇങ്ങോട്ട് വന്നത് ബസ്സിലാണ്. തിരിച്ചു പോകുന്നത് മെട്രോയിലാണ്. അപ്പോൾ മെട്രോയിൽ എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ നോക്കിയാലോ. എപ്പോഴാണ് ട്രെയിൻ വരുന്നത്, എങ്ങനെയാണ് അതിനകത്തേക്ക് കയറുന്നത്, ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ട്രെയിൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിൽ പോകാൻ പറ്റുമെന്നുള്ള കാര്യം ആരോടും ചോദിക്കണം. എനിക്കതിനെപ്പറ്റി അത്ര ഐഡിയ ഇല്ല. ആദ്യം ചെന്ന പ്ലാറ്റ്ഫോമിലല്ല, ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ വീണ്ടും തിരിച്ചിറങ്ങിയിട്ട് തിരിച്ച് പിന്നെ മുകളോട്ട് കയറി പോകണം. ഇവിടെ ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് ഇത് എങ്ങനെയൊക്കെയാണ് ഏത് ഡയറക്ഷനാണെന്നുള്ള പിടുത്തമൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിനോട് ചോദിച്ചു, മൂപ്പരാണ് പറഞ്ഞത് ഇവിടെ നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. ട്രെയിൻ വന്നാലാണ് അത് തുറന്ന് അപ്പുറത്തേട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ആയിക്കോട്ടെ, ഇവിടെ ഡോറൊക്കെ ക്ലോസ് ആയിട്ട് ഇട്ടേക്കാണ്. ഇതാണ് പ്ലാറ്റ്ഫോം. ട്രെയിൻ വന്നു കഴിഞ്ഞ് നിർത്തിയാലാണ് നമുക്ക് ആ ഡോറ് തുറന്നു തരുള്ളൂ. അപ്പോഴാണ് നമുക്ക് അതിലേക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ട്രെയിനിൻ്റെ വരുന്നതിനടുത്തൊന്നും പോയിട്ട് നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ട്രാൻസ്പോർട്ട് പരിപാടികളും ഈ കാർഡ് വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതിനെപ്പറ്റിയൊരു വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യാം. നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് ഐഡിയോ അതൊന്നും ആവശ്യമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് സാധനം മേടിക്കാം. എന്നിട്ട് നമുക്കത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ഞാൻ മുമ്പ് ബഹ്റൈനിൽ വെച്ച് ബസ് കാർഡ് എടുത്തപ്പോൾ
നമ്മുടെ ID കാർഡും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടാണ് എടുത്തത്. ഞാൻ വിചാരിച്ചു ഇവിടെ അങ്ങനെ തന്നെയായിരിക്കും എന്നാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ റൂമിനടുത്തുള്ള മദീന സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ ഈ സാധനം മേടിച്ചത്. 26 ദിർഹം കൊടുത്തു. മുമ്പൊക്കെ 25 എനിക്ക് തോന്നുന്നു. ഇപ്പോൾ 26 1 ദിർഹം ഒരു ലെവൽ കമ്മീഷൻ കൂട്ടിയിട്ടായിരിക്കും ഇത് കൊടുത്തു. 26 കൊടുത്ത് വാങ്ങിച്ചപ്പോൾ എനിക്ക് 19 ദിർഹം അതിൽ ബാലൻസ് ഇട്ട് തന്നു. പിന്നെ നമുക്ക് ആ കാശ് ഉപയോഗിക്കാം. പിന്നെ അത് തീരുന്നതനുസരിച്ച് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് റീചാർജ് ചെയ്യുന്ന ഓരോ മെഷീനുകൾ ഓരോ മെട്രോ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എവിടെ ചെന്ന് നിന്നാലും മുട്ടൻ ക്യൂ ആണ് അതിൻ്റെ മുമ്പിൽ. ഇനി വല്ല ഓൺലൈനിൽ റീചാർജ് ചെയ്യാനുള്ള വല്ല സെറ്റപ്പ് ഉണ്ടോ എന്നൊന്ന് നോക്കി പഠിച്ചാലേ എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഓൺ പാസീവ് മെട്രോയിൽ പോയി ഇറങ്ങിയിട്ട് എന്താണ് അവിടുന്ന് റൂമിനടുത്തേക്ക് 26 F26 എന്ന് പറഞ്ഞ ബസ്സിൽ കയറി കഴിഞ്ഞാൽ റൂമിന് മുമ്പിൽ തന്നെ നമുക്ക് പോയി ഇറങ്ങാം. അപ്പോൾ ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാമല്ലേ. ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതായപ്പോൾ തന്നെ ഡോറ് തുറയും. ഡോറ് തുറയുമ്പോൾ തന്നെ ആൾക്കാർ ഇറങ്ങും. അതിൻ്റെ കൂടെ തന്നെ ചാടി കയറണം. إكسبو 2020 المحطة القادمة هي الخليج التجاري. അങ്ങനെ മെട്രോ എന്ന് ഇറങ്ങിയതാ. മെട്രോ സ്റ്റേഷൻ്റെ മുമ്പിലാണുള്ളത്. അപ്പോൾ നമുക്കിനി റൂമിലേക്ക് പോകാനുള്ള ബസ് 7:30 വരുള്ളൂ. 7 മണിയായിട്ടുള്ളൂ. അപ്പം മെട്രോ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ ആയിട്ട് ഇതാ ഒരു ഡേ ടു ഡേ ഷോപ്പുണ്ട്. എന്തായാലും കുറച്ച് നേരം അവിടെ ഒന്ന് കയറി സമയം കളയാം. പിന്നെ ഞാൻ ഇപ്പം മനസ്സിലാക്കിയൊരു കാര്യമായിട്ടോ, എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറിയിട്ട് അവിടെ നിന്ന് തൊട്ടടുത്ത ബസ്സിൽ കയറുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ബസ്സിന് ചാർജ് ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ റൈഡ് ചെയ്ത് നമ്മളിപ്പോൾ മെട്രോയിൽ വന്നു കഴിഞ്ഞാലും ഡിസ്കൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ദുബായ് ബുർജ് ഖലീഫ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കയറാൻ നേരത്ത് അവിടെ ചോദിച്ചപ്പോൾ അവർ റേറ്റ് പറഞ്ഞത് 7.5 ദിർഹമാണ് പറഞ്ഞത് അവിടുന്ന് ഓൺ പാസീവ് വരെ വന്ന് ഇറങ്ങാനായിട്ട്. പക്ഷെ ഞാനിവിടെ പഞ്ച് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 5 ദിർഹമേ കട്ടായിട്ടുള്ളൂ. 13 ഉണ്ടായിരുന്നു, 5 കട്ടായി, ബാക്കി 8 അതിനകത്ത് ബാലൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ രാവിലെ ഇങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ ട്രിപ്പ് റൂമിൽ നിന്ന് ഇങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എൻ്റെ കാർഡിൽ 16 ദിർഹമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഗ്രാൻഡ് സിറ്റി മാളിൻ്റെ അടുത്തുനിന്ന് കയറി അൽഖൈൽ ഗേറ്റിൻ്റെ അവിടെ വരെയും പോകാനായിട്ട് 3 ദിർഹം വേണം. ഈ അൽഖൈൽ ഗേറ്റിൽ നിന്ന് ബുർജ് ഖലീഫ വരെ പോയി ഇറങ്ങാനായിട്ട് പിന്നെ 3 ദിർഹം ആവശ്യമുണ്ട്. അപ്പോൾ തന്നെ എത്രയാവും? 10 ദിർഹം ബാലൻസ് വരാൻ പാടുള്ളൂ. പക്ഷേ എനിക്ക് രണ്ടാമത്തെ ബസ്സിൽ നിന്ന് കാശ് കട്ടായിട്ടില്ല. എനിക്ക് അവിടെ 13 ദിർഹം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കയറി ഇവിടെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ 8 ദിർഹം ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഈ മെട്രോന്ന് ഇറങ്ങി ഇനി അടുത്ത ബസ്സിൽ കയറുമ്പോൾ ചാർജ് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ F26 കയറി റൂമിലോട്ട് പോകുമ്പോൾ എൻ്റെ നിന്ന് കട്ടാവില്ല. എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ തരാം കേട്ടോ. ഇനി ക്യാഷ് കട്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറയാം. അപ്പോൾ 7:30 ബസ് എടുക്കുള്ളൂ. അപ്പോൾ അതുവരെ സമയമാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ചുറ്റി ഇറങ്ങിയിട്ട് ബസ് വരുമ്പോൾ അതിൽ കയറിയാണ്ട് പോകാമല്ലേ. ഈ 7:30 ബസ് മിസ്സായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ബസ്. പിന്നെ കിടക്കുന്നുണ്ട് 7:30 കഴിഞ്ഞാൽ പിന്നെ 8 മണിക്കാണ് ബസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഡേ ടു ഡേ മുമ്പിൽ തന്നെയാണ്. ഇപ്പോൾ ബസ് ഒരു 7:30 നമുക്ക് തിരിച്ചിറങ്ങി വന്നാൽ കയറി പോകാവുന്നുള്ളൂ. ഏതായാലും ബസ് വരട്ടെ അല്ലേ. ശരിയാണ്. പക്ഷെ എൻ്റെ മക്കളെ ഇതിനകത്ത് തിരക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ആദ്യത്തെ ബസ്സിൽ എന്തായാലും കയറാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. അതിൽ എനിക്ക് കയറാൻ പറ്റിയില്ല. ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർ ഡോറ് തുറക്കില്ല. അപ്പോൾ അങ്ങനെ അതിൽ കയറാൻ പറ്റില്ല. അങ്ങനെ രണ്ടാമത്തെ ബസ്സിലാണ് ഞാൻ കയറിയത്. ഈ ബസ്സിൽ പഞ്ച് ചെയ്തപ്പോൾ എൻ്റെ നിന്ന് കാശ് കട്ടായിട്ടോ. മെട്രോയിൽ നിന്ന് ഇറങ്ങി 1/2 മണിക്കൂറിനുള്ളിൽ അടുത്ത വണ്ടിയിൽ കയറണം. അങ്ങനെ എന്തോ ഒരു സമയ കണക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇന്നിനി വേറെ പണിയൊന്നുമില്ല. ബസ് ഇറങ്ങാൻ നേരെ റൂമിലെത്തും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനി കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺ വിത്ത് മീ. സൈനിങ് ഓഫ് അജ്മൽ സ്റ്റോറി. ബൈ.